വാടക കൊടുക്കണം, മരുന്ന് മേടിക്കണം. ഇത് ഞങ്ങൾ സമ്പാദിക്കുകയല്ല ഈ പൈസ. തുച്ഛമായ പെൻഷനേ ഞങ്ങൾ വാങ്ങിക്കുള്ളൂ. 10-30 കൊല്ലം സർവീസ് ചെയ്ത് ഇൻസ്പെക്ടറായി ഓഫീസറായിട്ടൊക്കെ ഞങ്ങൾ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഇവർ ബാക്കിയുള്ളവർ പോയി വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്നല്ലേ പാവം പിടിച്ച് ഞങ്ങളും ഈ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കണത്. പ്രതിമാസം 3.5 കോടിയിലധികം 4 കോടിക്കകത്ത് ആണ് പ്രതിമാസം കൊടുക്കുന്നത്. ഞങ്ങളുടെ കയ്യിലിതാ വിവരാവകാശ രേഖകളൊക്കെ ഉണ്ട്. ഈ 350 കോടി രൂപ ഈ ഖജനാവ് ചോർത്തി. KSRTCയിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ചില ജീവനക്കാർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുന്നില്ല. സർക്കാർ നേരിട്ട് പെൻഷൻ നൽകണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും ചില സഹകരണ സംഘങ്ങൾ വഴിയാണ് ഇവർക്ക് പെൻഷൻ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ പെൻഷൻ ഇവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജഗന്നാഥൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇപ്പോഴത്തെ അവസ്ഥ പറയാനുള്ളത്, ഞങ്ങൾക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 14 വർഷം മുമ്പേയുള്ള തുച്ഛമായ പെൻഷനാണ് ഞങ്ങൾ ഇന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനേക്കാളും കുറഞ്ഞ തുകയാണ് ഞങ്ങൾക്ക് പെൻഷൻ. അതുകൊണ്ട് തന്നെ മറ്റൊരു ആനുകൂല്യം കിട്ടുന്നുമില്ല. ഈ പെൻഷൻ തരുന്നത് തന്നെ ഇപ്പോൾ സഹകരണ സംഘങ്ങൾ വഴിയാണ്. മറ്റെല്ലാ വിഭാഗക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ട്രഷറി മുഖാന്തരം കൊടുക്കും, അല്ലെങ്കിൽ ബാങ്ക് മുഖാന്തരം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്നത് സഹകരണ സംഘങ്ങളിലാണ് വഴിയാണ്. അത് കാരണം സർക്കാരിന് ഏകദേശം 400 കോടി രൂപയ്ക്ക് അടുത്ത് പലിശ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുമ്പോൾ ഗവൺമെൻറ് പൈസ അനുവദിച്ചതിന് ശേഷം ഒരു 3 ആഴ്ച വരെ കഴിഞ്ഞാണ് പലയിടത്തും പല ഡേറ്റിലാണ് പെൻഷൻ കിട്ടുന്നത്. ഇത് കാരണം ധാരാളം ബുദ്ധിമുട്ട് പെൻഷൻകാർക്കുണ്ട്. ഒരു നിശ്ചിത ഡേറ്റ് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടാറില്ല. രണ്ടാമത് ഫെസ്റ്റിവൽ അലവൻസിൻ്റെ കാര്യമാണ്. ഈ കേരളത്തിൽ സർവ്വ ആൾക്കാർക്കും ഫെസ്റ്റിവൽ, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഉൾപ്പെടെ, തൊഴിലുറപ്പുകാർക്ക് ഉൾപ്പെടെ വർഷങ്ങളോളം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫെസ്റ്റിവൽ അലവൻസ് ഞങ്ങൾക്ക് 6 വർഷമായി തരുന്നില്ല. ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്ത് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഹിയറിങ്ങിന് വിളിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ആ പൈസ ഞങ്ങൾക്ക് ഇതുവരെ തുച്ഛമായ 4 കോടി രൂപയുടെ ആവശ്യമേ ഉള്ളൂ ഇത്രയും ആൾക്കാർക്ക് പെൻഷൻ, അതുപോലും തന്നിട്ടില്ല. പെൻഷൻ മുടങ്ങിയിട്ട് പെൻഷൻ ഞങ്ങൾക്ക് മുടങ്ങി ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസം ഒഴിച്ച് ബാക്കി എല്ലാ മാസങ്ങളിലും ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് കൊടുത്ത് വാങ്ങിച്ചു. 16 കണ്ടംപ്റ്റ് കൊടുത്ത് ഓരോ മാസം കൊടുത്താണ് ഞങ്ങൾ 43,000-ൽ പരം ആൾക്കാർ ഞങ്ങൾ ജീവിക്കുന്നത്. കണ്ടൻറ്റ് കൊടുത്താണ് ജീവിക്കുന്നത്. ഇത് അനീതിയാണ്. ഞങ്ങൾ PSC റിക്രൂട്ട് ചെയ്ത് ഞങ്ങൾ സർവീസിൽ കയറി KSR പ്രകാരമുള്ള സർവീസിലുള്ള ഞങ്ങൾക്ക് മാത്രമാണ് അനീതി. മാനേജ്മെൻറ്റ് നിയമിച്ച് കൂട്ടുന്ന ആൾക്കാർക്കെല്ലാം കൃത്യം ഒരു പെൻഷനും ശമ്പള ആനുകൂല്യങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് തന്നെ 2016 പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് പിണറായി ഗവൺമെൻറ് പ്രകടന പത്രിക പറഞ്ഞിരുന്നതാണ് 222ാമത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ പെൻഷൻ ബാധ്യത കംപ്ലീറ്റ് സർക്കാർ പരിഹരിക്കും. ഇതുവരെ ഇത്രയും വർഷമായിട്ടും പരിഹരിച്ചിട്ടില്ല. ഇനി എന്ന് പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ. എന്തായാലും ഞങ്ങളെ കാര്യം വളരെ ഗതികേടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി. ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും. സർക്കാർ അത് ചെയ്യുന്നില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ടിലെ ജനറൽ സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിക്കുന്നത്, അശോക് കുമാർ. എന്താണ് സാർ പറയാനുള്ളത്? ഞങ്ങളുടെ ഈ KSRTC പെൻഷൻ ഞങ്ങളിപ്പോൾ വാങ്ങുന്നത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്താണ്. എല്ലാ മാസവും കണ്ടംപ്റ്റ് കൊടുത്താണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2022 സെപ്റ്റംബർ മുതൽ. അതിൽ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് ഗവൺമെൻറ് തരണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് കൂടി പെൻഷൻ തരുന്നത് ഇത് സഹകരണ സംഘങ്ങളിലൂടെയാണ് പെൻഷൻ തരുന്നത്. സഹകരണ സംഘങ്ങൾ എന്നെ വായ്പ എടുത്താണ് ഗവൺമെൻറ് പെൻഷൻ തരുന്നത്. അപ്പോൾ ഇതിന് പ്രതിമാസം 4 കോടി രൂപ പ്രതിമാസം പെൻഷൻ്റെ ഇനത്തിൽ സഹകരണ സംഘങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ ഞങ്ങൾ വിവരാവകാശം വഴി അതിൻ്റെ രേഖകളെടുത്തു. നാളിതുവരെ 350 കോടി രൂപയിലധികം ഈ ഗവൺമെൻറ് ചെലവ് ചെയ്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഇത് നേരിട്ട് തന്നിരുന്നെങ്കിൽ ഈ പൈസ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ 24-ാം തീയതിയുടെ നിന്ന് ഗവൺമെൻറ് നമുക്ക് തരാനുള്ള പെൻഷൻ ഫണ്ട് അനുവദിച്ചു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതുവരെ പെൻഷൻ കിട്ടാത്തൊരു ഉണ്ട്. ഈ 17 പെൻഷൻ കിട്ടാത്തൊരു പത്തനംതിട്ടയുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ ഫണ്ട് അനുവദിച്ചാൽ ഈ ഫണ്ട് ഫണ്ട് സഹകരണ വകുപ്പിന് പോകണം. സഹകരണ വകുപ്പിന് അതിൻ്റെ റീപേയ്മെൻറ്റായിട്ട് 6 മാസത്തിന് മുമ്പുള്ള പെൻഷനാണ് കൊടുക്കുന്നത്. അതിൻ്റെ റീപേയ്മെൻറ്റായിട്ട് സഹകരണ വകുപ്പിന് പോകണം. ആ സഹകരണ വകുപ്പ് അത് കിട്ടിയ ശേഷം പിന്നെ അവർ പുതിയ ഫണ്ട് കളക്ട് ചെയ്താണ് നമുക്ക് വരുന്നത്. അപ്പം അതിന് കുറേ ഫോർമാലിറ്റികൾ എല്ലാ മാസവും ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഫോർമാലിറ്റികൾ വരുന്ന കാരണം എല്ലാ മാസവും പെൻഷൻ താമസിച്ചാണ് വരുന്നത്. ഗവൺമെൻറ് സമയത്ത് കൊടുത്താൽ പോലും നമുക്ക് പെൻഷൻ കിട്ടാതെ വരികയാണ്. അപ്പോൾ അതുപോലെ ഈ പെൻഷൻ റിവിഷൻ 14 വർഷമായി KSRTCയിൽ പെൻഷൻ റിവൈസ് ചെയ്തിട്ട്. KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം റിവൈസ് ചെയ്തിട്ട് പോലും ചരിത്രത്തിൽ ആദ്യമാണ്
ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പെൻഷൻ റിവൈസ് ചെയ്താൽ അതിലെ ശമ്പളം ഓട്ടോമാറ്റിക്കായിട്ട് റിവൈസ് ചെയ്യുകയാണ്. ശമ്പളത്തോടൊപ്പം പെൻഷൻ റിവൈസ് ചെയ്യുക അതിൽ വേറെ ഇതില്ല. പക്ഷേ KSRTCയിൽ 2021 പെൻഷൻ ശമ്പളം റിവൈസ് ചെയ്തിട്ട് പെൻഷൻ റിവൈസ് ചെയ്തില്ല. അത്രയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വാങ്ങുന്നത് 68% DA കുറച്ചാണ് ഞങ്ങൾ വാങ്ങുന്നത്. 9ാം ശമ്പള കമ്മീഷൻ്റെ ഇത് പ്രകാരമുള്ള പെൻഷനാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇപ്പോഴും 11ാം ശമ്പള കമ്മീഷൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 12ാം ശമ്പള പരിഷ്കരണ ഇതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നു. ഞങ്ങൾക്ക് 9ാം ശമ്പള പരിഷ്കരണമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അത്രയും വളരെ തുച്ഛമായ പെൻഷനാണ് ഞങ്ങൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ 1350 രൂപയാണ് ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ. 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. ആ പെൻഷൻ പോലും ഞങ്ങളുടെ പെൻഷനേഴ്സിന് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അവർക്ക് റേഷൻ കാർഡ് പോലും വെള്ള കാർഡേ കൊടുക്കും. അങ്ങനെയുള്ള എന്തെല്ലാം തരത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഞങ്ങൾ എത്ര പേര് ആത്മഹത്യ ചെയ്തെന്നറിയും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2014 ഈ LDF ഗവൺമെൻറ് കണ്ടിന്യൂഷനല്ലേ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2014 അന്ന് പെൻഷനും ശമ്പളവും എല്ലാം KSRTCയിലെ പ്രതിസന്ധികളെല്ലാം സമയബന്ധിതമായി ശരിയാക്കും എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അധികാരത്തിൽ കയറി ആദ്യത്തെ 6 മാസം പെൻഷൻ തരാതെ ഞങ്ങളെ നിരവധി സഹോദരങ്ങളാണ് ആത്മഹത്യയിൽ അയക്കുന്നത്. അതിനുശേഷമാണ് ഈ നിങ്ങളെപ്പോലെയുള്ള ഈ മാധ്യമങ്ങളുടെ ഇതുകൊണ്ടാണ്. മാധ്യമങ്ങളും നിരന്തരം ഏഷ്യാനെറ്റ് അതുപോലെയുള്ള നിങ്ങൾ എല്ലാ ചാനലുകാരും എല്ലാവരും നിരന്തരം ഞങ്ങളുടെ ദുഃഖങ്ങൾ സീരിയസ് ആയിട്ട് അവർ പ്രക്ഷേപണം ചെയ്തു. പത്രങ്ങൾ 1ഉം 2ഉം എഡിറ്റോറിയൽ എഴുതി. വാസ്തവത്തിൽ ഞങ്ങളെ ഇപ്പം രക്ഷിച്ചു നിർത്തിയേക്കുന്ന ഈ മീഡിയക്കാരാണ്. നിങ്ങൾ മീഡിയക്കാരാണ്. 9.10% പലിശയാണ് സഹകരണ വകുപ്പിന് കൊടുക്കുന്നത്. ലോകത്തിൽ, കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത പലിശ. ഈ 2,000 കോടി എടുത്ത് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കേണ്ട കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു ഈ 69 കോടി മതി. തുടങ്ങിയപ്പോൾ 70-73 ഉണ്ടായിരുന്നത് എല്ലാവരും ചത്ത് തീർന്നു. ഈ പൈസയൊക്കെ സർക്കാർ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കറിയില്ല. കോർപ്പറേഷൻ ഞങ്ങളൊക്കെ സർവീസിലിരുന്ന കാലത്ത് കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ, മാസത്തിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ 30-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കും. അടുത്തത് പെൻഷൻ. അതാ പ്രിയോറിറ്റി എടുത്ത് മാറ്റി ഈ കെട്ടിയിരിക്കുന്ന ഈ സൗധങ്ങളുണ്ടല്ലോ, നമുക്ക് ആർക്കും പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും പ്രയോജനം ഇല്ലാത്ത കെട്ടിടങ്ങളുണ്ടാക്കിയതിൻ്റെ മുൻകടം തീർത്ത് ബാക്കി ഡീസൽ എല്ലാം കൊടുത്തിട്ട് പിന്നെയാണ് ശമ്പളം കൊടുക്കണോ പെൻഷൻ കൊടുക്കണോ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങൾ വാടക കൊടുക്കണം, മരുന്ന് മേടിക്കണം. ഇത് ഞങ്ങൾ സമ്പാദിക്കുകയല്ല ഈ പൈസ. തുച്ഛമായ പെൻഷനേ ഞങ്ങൾ വാങ്ങിക്കുള്ളൂ. 10-30 കൊല്ലം സർവീസ് ചെയ്ത് ഇൻസ്പെക്ടറായി ഓഫീസറായിട്ടൊക്കെ ഞങ്ങൾ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ചെല്ലാൻ പാടില്ല. ആളുകൂടുന്ന പാർട്ടി ആൾക്കാർ ചോദിക്കണം, സാറേ പെൻഷൻ കിട്ടിയാന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് എടുക്കാൻ തുടങ്ങി വരുന്ന സഹോദരിമാർ കൊടുക്കരുതെന്നല്ലേ ഞങ്ങൾ പറയണത്. കാര്യം അവരും ഇവിടുത്തെ ഈ നാട്ടിൽ ജീവിക്കേണ്ട, അവർക്ക് വരെ കൊടുത്തിട്ട് പോലും ഈ പെൻഷൻ KSRTCയിലെ പെൻഷൻകാരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഉത്സവത്ത 6 വർഷമായിട്ട് അത് തന്നിട്ടില്ല. ഒരു ആനുകൂല്യമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ അതല്ല, ഇവർ ബാക്കിയുള്ളവർ പോയി വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്നല്ലേ പാവം പിടിച്ച് ഞങ്ങളും ഈ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കണത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? പിന്നെ നിവൃത്തിയില്ലാത്തവർ ആത്മഹത്യ ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം എങ്ങനെയെങ്കിലും സാധിച്ചു തരുമെന്ന് ഞങ്ങൾ പറയണം. ഞങ്ങളുടെ കയ്യിലിതാ വിവരാവകാശ രേഖകളൊക്കെ ഉണ്ട്. ഈ 350 കോടി രൂപ ഈ ഖജനാവ് ചോർത്തി ഒരു മാസം അതിൻ്റെ ഇതാണ് വിവരാവകാശ രേഖകളാണ്. 350 കോടി രൂപയാണ് കഴിഞ്ഞ ഏകദേശം 100 മാസമായിട്ട് 350 കോടി രൂപ ഇത് ചോർത്തിയുള്ള പ്രതിമാസം 3 കോടി 3.5 കോടിയിലധികം 4 കോടിക്കകത്ത് ആണ് പ്രതിമാസം കൊടുക്കുന്നത് പലിശ. അപ്പോൾ അങ്ങനെ 350 കോടിയോളം ഞങ്ങൾ വിവരാവകാശം വഴി വാങ്ങിയതാണ്. വിവരാവകാശം വഴി ഞങ്ങൾ വാങ്ങിയ രേഖകളാണിത്. അതുപോലെ ഞങ്ങൾ ഈ കൊടും ചതി ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ ഖജനാവ് ചോർത്തലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ പലതവണ ഞങ്ങൾ കത്ത് കൊടുത്തു. ആ കത്താണിത്. ഗവൺമെൻറ്റിൽ ഞങ്ങൾ പലതവണയും ഞങ്ങൾ കത്ത് കൊടുത്തു. ഇങ്ങനെ പെൻഷൻ അല്ല ഈ പലിശ കൊടുത്ത് ഇത് ചെയ്യരുത്. അത് കാരണം നമുക്ക് പലിശ, ഗവൺമെൻറ്റിന് പലിശയും നഷ്ടം, ഖജനാവിൽ പലിശയും നഷ്ടം, നമുക്ക് സമയത്ത് പെൻഷനും കിട്ടുന്നില്ല.
അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിരവധി തവണ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ കത്താണ്. ഒരു കാര്യം ഉണ്ട്, KSRTC നയപരമായ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള കെട്ടിടം, അങ്കമാലിയിൽ കെട്ടിടം, കോഴിക്കോട് കെട്ടിടം, ഇവിടെ തിരുവല്ലയിൽ കെട്ടിടം, ഇതെല്ലാം KTDFC അമിതമായ പലിശയ്ക്ക് യാതൊരു എഗ്രിമെൻ്റ് പോലും ഇല്ലാതെ പണം കടമെടുത്ത് കെട്ടിട സമുച്ചയം പണിതുകൂട്ടി. ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് പൈസ മേടിക്കാം എന്നാണ്. KSRTCയുടെ കെട്ടിടം ആരും വാടകയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നിബന്ധനകളനുസരിച്ച് ഒരു പാവപ്പെട്ട ഒരുത്തനൊരു കച്ചവടം ചെയ്യാൻ വന്നാൽ ഇവർക്ക് കൊടുക്കാൻ പോലും അവിടുന്ന് കിട്ടത്തില്ല. അപ്പോൾ ആ നിബന്ധനകൾ കൊണ്ട് ആരും എടുക്കത്തില്ല. കെട്ടിടങ്ങളെല്ലാം വാവലും കടമാതിൽ കയറിയും പട്ടി കയറി നിരങ്ങി കിടക്കുകയാണ്. KSRTCയെ കൊണ്ടെത്തിച്ചത് ഈ സംസ്ഥാനത്തെ കാലാകാലങ്ങൾ, ഒരു ഗവൺമെൻറ്റെന്ന് ഞങ്ങൾ പറയുന്നില്ല, കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളാണ്. ഇതിൻ്റെ പാപഭാരം മുഴുവൻ പെൻഷൻകാരും തൊഴിലാളികളും അനുഭവിക്കണം എന്നാണ് പറയുന്നത്. വണ്ടി ഓടിക്കാനാണ് സംസ്ഥാന ഭാരവാഹിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ് MM പണിക്കർ. പിന്നെ വണ്ടി ഓടിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ ജോലി, വാടക മേടിക്കാനല്ല. പക്ഷേ വണ്ടി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കെട്ടിടം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. അത് തൊഴിലാളികൾ ജോലി ചെയ്യാഞ്ഞിട്ടല്ല, പെൻഷൻകാർ വണ്ടി ജോലി ചെയ്യാഞ്ഞിട്ടല്ല, ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഗവൺമെൻറ് പറയുന്നത് എല്ലാവർക്കും സൗജന്യം കൊടുക്കണം. അല്ല, വാട്ടർ അതോറിറ്റി വെള്ളം സൗജന്യം കൊടുക്കുന്നില്ല, ഇലക്ട്രിസിറ്റി കറണ്ട് സൗജന്യം കൊടുക്കുന്നില്ല. KSRTC ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് അതെടുക്കാൻ അധികാരമുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ +1, 2 വരെയുള്ള 1ാം ക്ലാസ് കുട്ടികൾക്ക് സൗജന്യമാക്കി കൊടുക്കട്ടെ. പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അതാണ് ഈ കുഴപ്പം. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് KSRTC ഇന്ന് പെൻഷൻ പറ്റിയ ജീവനക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിണറായി സർക്കാർ കാണണം. കാരണം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു പെൻഷൻ ഇവർക്ക് കൃത്യമായി കൊടുക്കുമെന്ന്. 6 മാസം പെൻഷൻ മുടക്കി. എന്നിട്ടും ആ കസേരയിലിരുന്ന അദ്ദേഹം എന്താണ് കാണിക്കുന്നത്? ഇവർക്ക് നേരിടുന്ന ഈ അനീതി, അതിന് പരിഹാരം വേണം. കാരണം കൂടുതൽ ജീവനക്കാരും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിനൊരു നീതി കിട്ടണം. ഇവർക്ക് നീതി കിട്ടിയിരിക്കണം. അതിനെതിരെ ഞങ്ങൾ പോരാടും. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.